ഞാൻ പറയുന്നത് എല്ലാവരും വിജിലന്റ് ആയിരിക്കണം. കാരണം പൂരം കലക്കി സുരേഷ് ഗോപിയെ ഡൽഹിക്ക് അയച്ചതുപോലെ ഇനി കോർപ്പറേഷൻ BJP കൊടുക്കാൻ പൊങ്കാല കലക്കുമെന്ന് ശ്രദ്ധിക്കണം. വിജിലന്റ് ആവണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞ് വിജിലന്റ് ആവണം, അത്രേ ഉള്ളൂ. ഏത് അത് കുറ്റം ചെയ്ത ആളിനെയാണല്ലോ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തത്. അത് നല്ല രീതിയിൽ തന്നെ ജനയുഗം എഴുതിയിട്ടുണ്ടല്ലോ മുഖപ്രസംഗം. അതാ ഞാൻ പറഞ്ഞേ. ഇനി ഒരു വാചകം മാത്രമാണ് കൊടുക്കാതിരുന്നത് നമ്മുടെ ഭാഗ്യത്തിന്. തിരുവമ്പാടി കൃഷ്ണനും പാറമേക്കാവ് ഭഗവതിയും കൂടെ പൂരം മുടക്കിയെന്ന് എഴുതാഞ്ഞത് നമ്മുടെ ഭാഗ്യം. എന്താ ആര് തയ്യാറാക്കി UDFന്റെ റിപ്പോർട്ട്? ഏതിന്റെ അന്വേഷണം? ആര് പരാതി കൊടുത്തു? അത് തന്നെ, ആരാ പരാതി കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് എന്താണെന്ന് നിങ്ങൾ KPCയോട് ചോദിക്കുക. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം ഞാൻ പരാതിക്കാരനല്ല. തൃശ്ശൂരിലെ പൂരത്തിന്റെ തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന്റെ കാരണം തൃശ്ശൂർ പൂരത്തിന്റെ പ്രശ്നമല്ല എന്നതാണ് ഉപസമിതിയുടെ റിപ്പോർട്ട്. അത് UDFനെ സംബന്ധിച്ചിടത്തോളം പരാജയ കാരണങ്ങളിലൊന്ന്. പക്ഷേ UDFന്റെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യമാണെങ്കിൽ അതിന്റെ മെച്ചം കിട്ടേണ്ട LDFനല്ലേ? അടുത്ത ചോദ്യം അതാ. തൃശ്ശൂരിന്റെ ഒരു രീതി അങ്ങനെയാണല്ലോ. കരുണാകരൻ മത്സരിച്ചു, സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കാരണം അദ്ദേഹം പരാജയപ്പെട്ടവ ജയിച്ചത് VV രാഘവനാണ്. ഇവിടെ സുനിൽകുമാർ അല്ല ജയിക്കുന്നത്, ഇവിടെ ജയിച്ച BJP. അപ്പോ സ്വന്തം മുന്നണിക്ക് കിട്ടേണ്ട സംവിധാനം പോലും അട്ടിമറിച്ച് പിണറായി ആ വിജയം ഒരു താലത്തിലാക്കി BJPക്ക് കൊടുക്കും. അതാ ഞങ്ങളുടെ പരാതി. കോൺഗ്രസിന്റെ വോട്ട് കുറെ പരമ്പരാഗതമായിട്ട് കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ പൂരം കലിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വോട്ട് UDFന്റെ കോട്ടയിൽ നിന്നല്ലേ കൂടുതൽ പോവുക. അത് അവര് തീരുമാനിക്കേണ്ട കാര്യമാണ്, തുടരണോ വേണ്ടത്. അല്ല, അത് എങ്ങനെ പരാമർശിക്കുക? ഈ അജിത് കുമാർ അന്ന് സ്ഥലത്തുണ്ട്, പിന്നെ അദ്ദേഹം പറയുമോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു? ഏത് റിപ്പോർട്ട്? KPCയുടെ റിപ്പോർട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത്? നിങ്ങൾ KPC പ്രസിഡന്റിനോട് ചോദിക്കുക. കാരണം ഞാൻ ആരെ കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ല. പരാതി എന്നെ കുറിച്ചേ ഉള്ളൂ. എനിക്ക് ഞാൻ അവിടെ പോയിട്ട് വെറുതെ നിന്ന് കൊടുത്തു, അതാണ് എന്നെ കുറിച്ച് എനിക്കുള്ള പരാതി. പിന്നെ ഇതിനെ ബാക്കിയുള്ളവരുടെ തലയിൽ കെട്ടി വെക്കുന്നതിനാ പരാതി. അല്ല, ഞങ്ങള് പറയേണ്ട പല കാര്യങ്ങൾ അൻവറിനെ പോലുള്ളവർ പറയുന്നുണ്ടല്ലോ. ഇനി ഞങ്ങൾക്ക് സമരം നടത്തേണ്ട ജോലി മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ തുടങ്ങുകയാണ് 24-ാം തീയതി മുതൽ. എനിക്കൊരു താല്പര്യമില്ല. അല്ല, അതല്ല, അതിപ്പോ ഒരു മറ്റേ എന്താണ്, ഒരു ഫ്ലൈറ്റില് ഡൽഹിക്ക് പോകേണ്ടതിന് പകരം അങ്ങനത്തെ ഒരു വണ്ടിയിൽ കയറിയാൽ എവിടെ പോകും? അതന്നെ ഞാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട ഭാഗമായി പുറത്തു വരുന്നത് DCCയുടെ പരാജയം, സംഘടനാ രംഗത്തെ വീഴ്ച, ന്യൂനപക്ഷ വോട്ടുകൾ ചോർന്നുപോയി, TN പ്രതാപനെ അവസാന നിമിഷം മാറ്റിയത്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ KM അംഗീകരിക്കുന്നുണ്ടോ? അല്ല, റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചാലേ ഞാൻ അംഗീകരിക്കില്ലേ എന്ന് പറയാൻ പറ്റൂ. എനിക്ക് പരാതിയില്ല, ഞാൻ പരാതിക്കാരനല്ല. ഞാൻ പരാതി എന്നെ കുറിച്ചേ ഉള്ളൂ. എനിക്ക് എന്തിനു സംഭവിച്ചു എന്നുള്ളതാണ് ഞാനിപ്പോ എന്നോട് തന്നെ ചോദിക്കുന്നത്. ഏതാ? അതൊന്നും പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം അൻവറിനെ കുറിച്ച് ഞങ്ങൾക്ക് ചില റിസർവേഷൻ ഉണ്ട്. അത് ഈ ഇലക്ഷൻ കാലത്ത് ഇപ്പൊ നമ്മളൊക്കെ കോൺഗ്രസിന് പുറത്തു പോയപ്പോഴൊക്കെ കോൺഗ്രസിനെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ വ്യക്തിഹത്യ നടത്തരുത്. രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞവണ് ഇത്രയേറെ തിരിച്ചടി LDFനുണ്ടായി. അപ്പൊ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്നും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അതെ, പിണറായിയാണ് അതിന്റെ പിന്നിൽ. പിണറായി പറയിപ്പിച്ചു. അത് ഏറ്റു പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അൻവറിനെ പോലെ പഴയ കോൺഗ്രസ്സുകാരൻ? അതുകൊണ്ട് അൻവറിനെ എടുക്കുന്ന കാര്യം ഞങ്ങളെ പാർട്ടി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ ഭരണകക്ഷി MLA എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കണം.
ഇല്ല അങ്ങനെ ഒരു തീരുമാനവും ഞങ്ങൾ പാർട്ടിയിൽ എടുത്തിട്ടില്ല, UDF-ലും ചർച്ച ചെയ്തിട്ടില്ല. മാത്രമല്ല അൻവറിന്റെ വിഷയം UDF-ലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ പോരാ, അവിടെയും പരാതിയുണ്ട്, ഘടകകക്ഷികൾക്കും പരാതിയുണ്ട്. അൻവർ കോൺഗ്രസ്സുകാരനായിരുന്ന കാലത്ത് ചെയ്ത ചില നടപടികളെ കുറിച്ച് അവർക്കും പരാതിയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിലോ UDF-ലോ ഈ വിഷയം ഇപ്പൊ ചർച്ചാ വിഷയമല്ല. അൻവർ ഇതുവരെ LDF ഇട്ടിട്ടില്ല, വിടുമ്പോ നമുക്ക് ആലോചിക്കാം. അല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ പറയണ്ട. അൻവർ പാർട്ടിക്ക് വിധേയനാവുന്നതാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അത് മാറ്റുമ്പോൾ നമുക്ക് അന്നാലോചിക്കാം.